കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അടിമാലി ദേവികുളം മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത. ശക്തമായ മഴ ഈ മേഖലയിൽ തുടരുകയാണ്. വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ അപകടത്തിൽപ്പെട്ട സന്ധ്യയുടെ കാൽ മുറിച്ചു നീക്കി. അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുകയാണ്. ശക്തമായ മഴയുള്ളതിനാൽ മേഖലയിൽ വീണ്ടും മണ്ണിടിയുമോ എന്നാണ് ആശങ്ക. റോഡിടിഞ്ഞ സ്ഥലത്ത് രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. എന്നാൽ പകൽ നിയന്ത്രണ വിധേയമായി വലിയ വാഹനങ്ങളടക്കം കടത്തിവിടുന്നുണ്ട്. അപകട സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റി PWD, റവന്യൂ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്താണ് അപകടം സംഭവിച്ചതെങ്കിലും ഇതാണ് അപകടത്തിന് കാരണമായതെന്ന് സമ്മതിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറായില്ല. അതേസമയം വീടിനു മുകളിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പരുക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റി. മുട്ടിന് താഴെയാണ് മുറിച്ചുമാറ്റിയത്. അപകടത്തിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജു മരിച്ചിരുന്നു. എന്നാൽ ബിജുവിന്റെ മരണവാർത്ത സന്ധ്യയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ച 8 കുടുംബങ്ങളെ കത്തിപ്പാറ KSEB ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും. സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. സന്ധ്യയുടെ പേശികൾ ചതഞ്ഞു പോയതിനാൽ ഒരു കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു. കേരള കോൺഗ്രസിന്റെ തട്ടകമായ പാലാ തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിൽ UDF നേതൃത്വം. മാണി ഗ്രൂപ്പിന്റെ കരുതൽ പാലാ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ഇടത് മുന്നണിയും. ചെയർമാൻ പദവി വനിതാ സംവരണമായ സാഹചര്യത്തിൽ നിഷ ജോസ് കെ മാണി തന്നെ കളത്തിലിറങ്ങുമെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. 26-ൽ 17 സീറ്റും നേടിയായിരുന്നു കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് കോട്ടയത്ത് എവിടെ എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായി മാറുകയാണ് പാലാ നഗരസഭ. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ കരുത്തിൽ, ജോസ് കെ മാണി വിഭാഗത്തിന്റെ കരുത്തിലായിരുന്നു ഇടതുമുന്നണി വർഷങ്ങൾക്ക് ശേഷം പാലാ നഗരസഭ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഭരണം നിലനിർത്താനാകുമോ, അതോ UDF വളരെ ചെറിയ വോട്ടുകൾക്ക് നിരവധി വാർഡുകളിൽ തോറ്റിരുന്നു, ആ വാർഡുകളെല്ലാം പിടിച്ചുകൊണ്ട് വീണ്ടും UDFിലേക്ക് പാലാ നഗരസഭ എത്തുമോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇതിനിടെയാണ് നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരത്തിനിറങ്ങുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിച്ച് വിജയിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി ഉയർന്നു വരുന്നത് ഇതൊരു വനിതാ സംവരണ സീറ്റായി മാറിയിരിക്കുന്നു. നിഷ ജോസ് കെ മാണി ജയിച്ചാൽ സ്വാഭാവികമായും നഗരസഭാ അധ്യക്ഷയായി മാറും എന്നതാണ് പ്രചരിക്കുന്ന അഭ്യൂഹം. എന്തായാലും നിലവിൽ ഇതിനില്ല എന്ന നിലപാടാണ് നിഷ ജോസ് കെ മാണി പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നിഷ ഇറങ്ങിയാൽ അത് കൂടുതൽ ഗുണം ചെയ്യും. കഴിഞ്ഞ തവണ പല സീറ്റിലും ചെറിയ വോട്ടിനാണ് തോറ്റത്. അതുകൊണ്ട് തന്നെ UDFന് ഇത് ഗുണമായി, LDFന് ഇത് ഗുണമായി മാറും എന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിലും അത്തരം അഭിപ്രായമുള്ളവർ ഉണ്ട്. UDFിൽ ഉള്ളവരും നിഷ ഒരുപക്ഷെ ഇറങ്ങിയേക്കും എന്ന കരുതലിലാണ് കളം ഒരുക്കുന്നത്. എന്തായാലും ഇത്തവണ കടുത്ത പോരാട്ടം പാലായിൽ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അവിടെ കേരള കോൺഗ്രസ് എമ്മിനൊരു തിരിച്ചടി ഉണ്ടായാൽ അത് പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ജോസ് കെ മാണി ഒരു ഘട്ടത്തിൽ കടുത്തുരുതിയിലേക്ക് മാറുമോ എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലാ നഗരസഭ ലഭിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാല ഉൾപ്പെടെയുള്ളവയിൽ പിന്നോട്ട് പോയാൽ അത് ഒരുപക്ഷെ ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന കാരണമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല.